സിനിമ കണ്ട് പിരിവെട്ടി വീട് വിറ്റ കാശുമായി സ്വന്തമായി ഒരു സിനിമ നിർമ്മിക്കുവാനായി കേരളത്തിലെത്തിയ ഒരു അമേരിക്കൻ ആചാര്യന്റെ കഥയാണ് ഈ നാടകത്തിന്റെ ഇതിവൃത്തം. അദ്ദേഹത്തെ ചന്ദ്രിക സോപ്പിട്ട് കുളിപ്പിച്ച് കിടത്താനായി വർഷങ്ങളോടുന്ന കള്ളനും, സംവിധാനത്തെ തൊപ്പിവെച്ച ഒരു കള്ളനും കഞ്ഞിവെച്ചവനും കൂടാതെ പഞ്ചത്തിലെ സകല അലവലാദികളും ചേർന്ന് നടത്തുന്ന നാടകമാണ് ഈ നാടകം. അച്ചായന്റെ അവസ്ഥ എന്താകുമോ എന്ത്. ഈ കലോപകാരത്തിന് ഞങ്ങൾ ഇതുവരെയും പേരിട്ടിട്ടില്ല. അതിനുള്ള പൂർണ്ണ അവകാശം കോപ്പിറൈറ്റ് സഹിതം പ്രേക്ഷകരായ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പഞ്ചായത്തിലെ എല്ലാ ലൈറ്റുകളും അടച്ചതെന്ന് ഞങ്ങളോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഹലോ ഹലോ, താൻ എന്തുകൊണ്ടായി പറയുന്നത്? എന്റെ പൊന്നു സാറേ, എല്ലാ നാടകങ്ങളും എങ്ങനെ തന്നെയാണ് തുടങ്ങുന്നത്. നമ്മൾ അത്ര നാടകം കിട്ടിയിരിക്കുന്നു. എടാ അതിന് നാടകമല്ല. നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറയുന്നൊരു സിനിമയാണെന്ന്. ഇതാണ് നാടകക്കാരെ സിനിമയിൽ എടുത്താനുള്ള പ്രശ്നം. ഇടാ, ആ പ്രൊഡ്യൂസർ ഇപ്പൊ ഇങ്ങോട്ട് ഇന്ന് എന്തെങ്കിലും നടക്കുമോ? നടക്കുമോന്നോ? ശരിയാക്കി മാസം 3 കഴിഞ്ഞു. ഇതുവരെ ഈ പടത്തിന്റെ സ്വിച്ച് ഓൺ പോലും കഴിഞ്ഞിട്ടില്ല. അതെ, ഇത് ടീം USA ആണ്. അമേരിക്ക. അപ്പൊ അതിന്റെ നിലയ്ക്കും വിലയ്ക്കും വേണം നമ്മളത് ചെയ്തെടുക്കാൻ. മിനിമം ഒരു മന്ത്രിയെങ്കിലും വേണം സ്വിച്ച് ഓൺ ചെയ്യാൻ. അതാണ് നമ്മളെ അന്തസ്. ആണ്ട വരുന്നതിന്റെ പ്രൊഡ്യൂസർ നീ തന്നെ അങ്ങോട്ട് ഡയറക്ടർ സാറേ, ആ മന്ത്രിയുടെ കാര്യവും ഉദാഹരണം. അങ്ങേര് പോയിട്ട് അങ്ങയുടെ ഗവൺമെന്റ് ഭവനം വരുന്നില്ല. ഇപ്പോൾ തന്നെ 10 ലക്ഷം തീർന്നു. ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് പറ. ഇതുവരെ സ്വിച്ച് ഓൺ പോലും നടന്നിട്ടില്ല. സാറ് പേടിക്കുന്നതാണേ. നമ്മുടെ അന്തസ്സിനെ പറ്റിയ ഒരാളെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ നാട്ടിലെ ഏറ്റവും വലിയ രാഷ്ട്രീയക്കാരനാ. പിന്നെ കഴിഞ്ഞ ഇലക്ഷൻ തോറ്റുപോയെന്നുള്ള ഒരു കുറവ് അയാൾക്കുള്ളൂ. ബെസ്റ്റ്. അപ്പോൾ ആ തോറ്റ MLA ആണോ സ്വിച്ച് ഓൺ ചെയ്യാൻ വരുന്നത്? ഇതിനും ഭേദം വരണം ബംഗാളിയെ വിളിക്കാൻ വരുന്നു. തോറ്റെങ്കിലും തോറ്റ്. അതിപ്പോ അയാളെന്ത് ചെയ്യാനാണ്? മറ്റോ ജയിച്ചോണ്ടല്ലേ ഇദ്ദേഹം തോറ്റുപോയത്. അതുകൂടെ സാറേ, ഒരു 2 ലക്ഷം രൂപ എടുത്ത് ആ കാലുകാരനെന്ന് പറഞ്ഞോട്ടെ വെളിയിൽ കിടന്ന് മോണടിച്ചു. ഇങ്ങോട്ട് താ സാറേ. സാർ എന്തു ചെയ്യുന്നത്? നോക്കട്ടെ. അത് പിന്നെ എന്റെ കയ്യിൽ കുറെ പണം ഉണ്ടെന്നുകൊണ്ടും ഞാനൊരു അമേരിക്കക്കാരനായതുകൊണ്ടും പണം ഒരു പ്രശ്നമേ അല്ല. എത്ര വേണേലും മുടക്കാം. എന്നാലും ഈ സിനിമയൊന്ന് പൂർത്തിയാക്കി കിട്ടിയാൽ മതിയായിരുന്നു. ആരാ സാറേ അതിന്റെ ഒരു അന്തസ്? സാറേ, ഈ ക്യാമറ ഞാൻ എവിടെയാ വെക്കേണ്ടത്? ഹീറോയുടെ കൂടെ പോണോ അതോ ഹീറോയിന്റെ പിറകെ പോണോ? എടാ പൊന്നു മോനെ, ഇത് സിനിമയാണടാ, കല്യാണ വീഡിയോ അല്ല. പറഞ്ഞതുപോലെ ഇത് സിനിമ ആണല്ലേ? എന്നാ പിന്നെ ഇവിടെ എങ്ങാനും പോസ്റ്റ് ആക്കാം. നിങ്ങൾ എന്റെ ശിവനെ കണ്ട? എന്റെ ശിവൻ നിങ്ങൾ എല്ലാവരും കണ്ട? ഇവിടെ എവിടെയോ ആയിരുന്നു നിർത്തിയത്. ഞാനൊന്ന് മാറിയ അപ്പയാവും മുമ്പ്. ആരാടാ ഇവൻ? ഏതാടാ ശിവൻ? ആരായാലും ശരി, ചേട്ടൻ നല്ല മൂഡിലാ. നമസ്കാരം. ഒട്ടും സമയമുണ്ടായിട്ടല്ല. എന്നാലും ഒരു അമേരിക്കക്കാരന്റെ സിനിമ എന്ന് പറയുമ്പോൾ എങ്ങനെയാ വേണ്ട എന്ന് വെക്കുന്നത്? ഞാൻ എവിടെയാ ഓൺ ചെയ്യേണ്ടത്? സാർ ഇപ്പൊ ഓൺ ചെയ്യണ്ട. ഇപ്പൊ ഇവിടെ നിന്നാ മതി. സമയമാകുമ്പോ ഞങ്ങൾ പറയാം. വേഗമായിക്കോട്ടെ. ഇത് കഴിഞ്ഞ് വേണം എനിക്ക് തിരുവനന്തപുരത്തേക്കൊന്ന് വിളിക്കാൻ. ഒരു 3 പേർക്ക് കൂടി ദാദാസാഹിബ് അവാർഡ് വാങ്ങിച്ചു കൊടുക്കാനുണ്ട്. ഒട്ടും നേരമില്ല. പിന്നെ അമേരിക്കൻ ട്രിപ്പുണ്ട്. ചികിത്സ. അതെ, ഇവിടെ ഒന്നും ആശുപത്രികൾ ഇല്ലാഞ്ഞിട്ടായിരിക്കും. എടോ, താൻ എവിടെ പോയി കിടക്കുക? എവിടെയാടോ തന്റെ നായകനും വില്ലനും ഒക്കെ? ആരെങ്കിലും ഇന്ന് വരുമോ? സാറേ, എന്തുവാ ഈ പറയുന്നേ? അവരുടെ കാരവാൻ ഇരിപ്പുണ്ട്. സാറേ, ഒരു 1 ലക്ഷം രൂപ ഇങ്ങനെ ഞാൻ ആ കാരവാന്റെ റെന്റ് കൊടുത്ത് അവരെയും വിളിച്ചോണ്ട് വരാം. നമുക്ക് അന്തസ് നോക്കണ്ടേ? അന്തസ് ഇപ്പൊ അല്ലാണ്ടോ താൻ അന്തസ്സം പറഞ്ഞു ഒരു 2 ലക്ഷം വാങ്ങിച്ചോണ്ട് പോയത്? ഈ കണക്കിന് പോയാൽ ഞാൻ കുത്തുവാള എടുക്കും. എന്റെ മുന്നു സാറെ, കുത്തുവാള എടുത്താലും
നമുക്കെന്ന് അന്തസ്സായിട്ടങ്ങ് എടുക്കാന്നേ. ഓക്കെ ശരി എന്നാ കൊണ്ടുപോയി കൂടെ. അപ്പൊ നിങ്ങൾ ആരും എന്റെ ശിവനെ കണ്ടില്ല? അവനില്ലാതെ എനിക്ക് പോകാൻ പറ്റത്തില്ല. ഇടോ, ഇവിടെ തന്റെ ശിവനില്ല, പാർവതിയില്ല. താൻ ആരെയായി തപ്പുന്നത്? എന്റെ ശിവനെ ഞാൻ ഇവിടെ നിർത്തിയിട്ട് ഒരു സ്മാൾ ഓട്ടോറിക്ഷ കൂടെ പോയതാ. അപ്പോഴേക്കും അവൻ മുങ്ങി. എടോ, താൻ ആരുടെ കാര്യമാണ് ഈ പറയുന്നത്? നല്ല ലെവലാണല്ലോ. എടോ, എന്റെ ആന ശിവൻ മോൻ, അവന് ഞാൻ ഇവിടെ നിർത്തിയിട്ടാ പോയെ. അല്ല, അവൻ വരും. ചിലപ്പോഴൊക്കെ അവന്റെ വിചാരം അവൻ പാപ്പാനും ഞാൻ ആനയാണ്. അവനെ എവിടെ പോവാനാ? അതേ, താനൊന്ന് പോയേ. ഇത് ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് ഓൺ ചെയ്യട്ടെ. ഞാൻ പോവാ, പക്ഷെ ഇവിടെ ഇത് വല്ലതും നടക്കുവോ ആവോ? സാറേ ദേ, ഇവരാണ് നമ്മുടെ നായകനും വില്ലനും. കണ്ടിട്ടൊരു ലുക്കില്ലല്ലോ ഇവന്മാർക്ക്. ഏതായാലും നിങ്ങൾ ആ ഡയലോഗ് ഒന്ന് പറയൂ. നീ എന്നെ അടിക്കൂടാ. ഞാൻ നിന്നെ അടിക്കൂടാ. എന്നാൽ അടിയടാ. അടിച്ചാ നീ എന്ത് ചെയ്യൂടാ? എന്നെ അടിച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഒപ്പിക്കാം. ഇനി വേറെ ആംഗിളിൽ പറയൂ. എന്നാ അടിയടാ. അടിച്ചാൽ നീ എന്തു ചെയ്യും? എന്നെ അടിച്ചാൽ ഞാൻ നിന്നെ കാണിച്ചു തരാം. അങ്ങനെയല്ല, ഞാനിപ്പോ കാണിച്ചു തരാം. എന്തുവാണിത്? അല്ല പിന്നെ, കുറെ നേരമായി മനുഷ്യനായിട്ട് കൊതിപ്പിക്കുന്നു. അതെ, ഞാൻ എന്റെ പണിയും കളഞ്ഞ് ശിവനെയും കളഞ്ഞ് ഇവിടെ നിൽക്കുന്നത് എന്തെങ്കിലും ഒന്ന് കാണാനാ. അതിന് ഇവനാരടാ? ബാക്കിയുള്ളവന്റെ രണ്ട് പല്ലി പോയി. എല്ലാം മാറിക്കേ സാറേ. ചേട്ടാ, നമ്മുടെ ഹീറോയിൻ വരുന്നു. വന്നട്ടെ. അമ്മേ, വെളിയിലുള്ള മേക്കപ്പ് മുഴുവനും പോയി. ആ ക്യാരവാനിൽ ഇവിടെ വരെ ഒരു മേക്കപ്പ് വിരിക്കാമായിരുന്നു. അമ്മയ്ക്കറിയാമോ, എനിക്ക് വിയർപ്പിന്റെ അസുഖമുള്ളതാണ്. വെയിൽ കൊണ്ടാ ഞാൻ അപ്പം വിയർക്കും. അതൊന്നും സാരമില്ല മോളെ, അതും കൂടെ കൂട്ടി ഞാൻ വാങ്ങിക്കോളാം. മേക്കപ്പ് ഒട്ടും പോയിട്ടില്ല മുത്തേ. അല്ലെങ്കിൽ ഇതിനെ മുത്തിന് ഇതിനാ മേക്കപ്പ്. ഹേ മനുഷ്യ, പിള്ളേരുടെ അച്ഛനാണോ ഞാൻ നോക്കില്ല. വായി നോക്കി നിൽക്കാതെ മേക്കപ്പ് ഇട മനുഷ്യ. അയ്യോ, ഒടുക്കത്തെ ഒരു മേക്കപ്പ്. ഇതിപ്പോ 4ാമത്തെ കുപ്പി പൗഡർ തീർന്നത്. ഇതിന് പകരം കുറച്ച് വൈസ്മെന്റ് മേടിക്കേണ്ടതായിരുന്നു. അതാവുമ്പോ പിന്നെ പടം റിലീസ് വരെ നിന്നു. എടി ശാന്തേ, നിനക്ക് ഇവിടെയാണോ ഇവിടെ പണി? നീ അറിഞ്ഞോ എന്റെ ശിവനെ കാണാനില്ലടി? അമ്മേ, who is this fellow? ഇത് എന്തൊരു ഭാഷ? എനിക്ക് ഈ മലയാളം ഒട്ടും പിടിക്കുന്നില്ല കേട്ടോ. എന്തോ? എങ്ങനെ? എടിയ, നീ ആ തൊഴിലുറപ്പിന് പോണ ശാന്തയല്ലേടി? അല്ല, കെട്ടിയോനും അമ്മയായിട്ട് ഇത് കുടുംബസമേതം ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഡയറക്ടർ, ഇയാളെ ഇവിടുന്ന് പറഞ്ഞു വിടും. ഇയാൾ എന്റെ മോളെ ശല്യപ്പെടുത്തുന്നു. അമ്മേ, ഞാൻ അപ്പഴേ പറഞ്ഞതാ മുഖത്ത് കുറച്ചുകൂടി പൊട്ടിയടിക്കാന്ന്. നാട്ടുകാർക്കൊക്കെ മനസ്സിലായി തുടങ്ങി. കുട്ടിക്കുമൊക്കെ ഒരു ലിമിറ്റ് ഇല്ലേ മോളെ? കഷ്ടമായി പോയി. ഇതിലും ഭേദം ഞാൻ തന്നെ ഹീറോയിൻ ആവുന്നതായിരുന്നു നല്ലത്. അമ്മേ, ഓക്കെ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ഫംഗ്ഷൻ. പൂജയ്ക്കുള്ള സാധനങ്ങളെല്ലാം റെഡിയല്ലേ? ഈ സിനിമയുടെ ഔദ്യോഗിക സ്വിച്ച് ഓൺ കർമ്മത്തിനായി നമ്മുടെ ഏറ്റവും ആദരണീയനായ, തോറ്റെങ്കിലും തോൽക്കാതെ പോലെ നിൽക്കുന്ന MLA ക്ഷണിച്ചു. അതെ, ഞാൻ 2 വാക്ക് സംസാരിക്കട്ടെ. അതിന് പ്രസക്തിയില്ല. സാറ് പറയാതെ തന്നെ സാറിനെ കുറിച്ച് ഇവിടെ എല്ലാവർക്കും അറിയാം. സാറതങ്ങ് ഓൺ ചെയ്താട്ടെ. നിക്ക്. ഇപ്പൊ ഓൺ ചെയ്യാൻ പറ്റത്തില്ല. അതെന്ത് പറ്റി? ഇപ്പോൾ ചെയ്തത് എന്താ കുഴപ്പം? അത് പറ്റത്തില്ല. രാഹുകാലം കഴിഞ്ഞ് നമുക്ക് നാളെ ഓൺ ചെയ്യാം. ഒന്ന് പോടെ, സാറ് വന്നാട്ടെ. ദാ ഇവിടെ ഓൺ ചെയ്യും. അല്ല സാറേ, അതേ, ഞാൻ ഇതിന്റെ ബാറ്ററി എടുക്കാൻ മറന്നു. ഓൺ ചെയ്യാൻ പറ്റത്തില്ല. എന്റെ ദൈവമേ, ഇടിയൊട്ടിവനെ തന്നെ പാമ്പ് കടിച്ചല്ലോ. അയ്യോ, ഇവിടെ പാമ്പുണ്ടോ? മോളെ, ഞാൻ ആ ക്യാരവാനിൽ കാണും. നീ വാട്സാപ്പിൽ വീഡിയോ അയച്ചാ മതി. അമ്മേ നിക്ക്, പൈസ മേടിച്ചോണ്ട് വേണം പോകാൻ.
എടോ, ഒരു മെഴുകുതിരി എങ്കിലും ഉണ്ടോ കത്തിക്കാൻ? ഇതൊന്ന് ഉദ്ഘാടനം ചെയ്യാനാണ്. മെഴുകുതിരി ഒന്നുമില്ല, ഈ ടോർച്ച് ലൈറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ടോർച്ച് ലൈറ്റ് എങ്കിൽ ടോർച്ച് ലൈറ്റ് എന്തേലും കൊണ്ടുപോവാ. മലയാള സിനിമയിൽ ടോർച്ച് ലൈറ്റ് അടിച്ച് സ്വിച്ച് ഓൺ ചെയ്ത് 100 കോടി ക്ലബിൽ കയറുന്ന ആദ്യത്തെയും അവസാനത്തെയും പടമായിരിക്കുന്നത്. അങ്ങനെ വൈകുന്നേരത്തെ ചമ്മന്തിക്കുള്ള വകയായി. അമ്മേ, കുടുംബമായിട്ട് നാണം കെടുത്തി അടക്കുമല്ലേ, അതൊന്ന് മാറ്റി വെക്കണം. പൂജ കഴിഞ്ഞല്ലോ, ഞാനിങ്ങ് പോക്കോട്ടെ, അല്പം ധൃതിയുണ്ട്. സാറേ, കവർ കവർ. ഓക്കെ ഓക്കെ, എന്നാ ശരി. എന്റെ അടുത്ത സിനിമയുടെ സ്വിച്ച് ഓൺ ചെയ്യാൻ ജയിച്ച് MLA ആയിട്ട് തന്നെ വരണം കേട്ടോ. അതിപ്പം ഞാൻ മാത്രം വിചാരിച്ചാൽ പോരല്ലോ, ശ്രമിക്കുന്നുണ്ട്. ഇനി ഒരു പക്ഷേ തോറ്റാലും എന്നെ തന്നെ വിളിക്കണം കേട്ടോ. അയ്യോ, എന്തൊരു ചൂട്, ഭയങ്കര ക്ഷീണം. അമ്മേ, എന്റെ ഫുഡ് വന്നോ? അണ്ടിപ്പരിപ്പും ബദാം മിൽക്കും പ്രത്യേകം പറഞ്ഞിട്ടില്ലേ? ആ, പറഞ്ഞതുപോലെ ഞങ്ങളുടെ ഫുഡ് എവിടെ? ഇനി ഫുഡ് കഴിച്ചിട്ട് മതി ബാക്കി കാര്യങ്ങൾ. എന്തുവാണ് ഇത്? സ്വിച്ച് ഓൺ ചെയ്ത് തീർന്നില്ല, അപ്പോഴേക്കും ബ്രേക്ക് ആയോ? സാർ, ഒരു 50,000 രൂപ ഇങ്ങനെ തട്ടെ. ഇവരുടെ പള്ളം നിറച്ചില്ലെങ്കിലേ ഇന്നിവിടെ ഇനി ഒന്നും നടക്കത്തില്ല. ഇവരുടെ പള്ള നിറയുമ്പോഴേക്കും എന്റെ കീശ കാലിയാവും. അതെ, എന്റെ കയ്യിൽ ഇതേ ഉള്ളൂ, ഇതോടെ അങ്ങ് എടുത്തു. അതെ, ഞാനിപ്പോ സാറിന്റെ പടത്തിലെ ഹീറോ ആണല്ലോ. ഈ സിനിമ കഴിയുമ്പോൾ എനിക്കിതേ ലാലേട്ടന് കിട്ടിയ പോലെ ഒരു പലക്കം മേടിച്ചു തരണം. പലക്കം പോലും പലക്കം. അതെ, ഇത് എവിടെയെങ്കിലും കൊണ്ടൊന്ന് എത്തിച്ചാട്ടെ. നിനക്ക് 2 പാലപ്പമെങ്കിലും മേടിച്ചു തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതെങ്കിലും നടക്കുമോ എന്ന്. അപ്പൊ പൂജ കഴിഞ്ഞു. ഇനി എന്റെ പൈസയും ക്യാമറയുടെ വാടകയും ഒരു ബിരിയാണിക്കുള്ള കാശും കൂടെ തന്നാൽ ഞാൻ അങ്ങ് പൊക്കോളാം. എന്റെ കയ്യിലുള്ളതെല്ലാം തീർന്നു. നിങ്ങൾ ആ പ്രൊഡക്ഷൻ കൺട്രോളോട് പോയി ചോദിക്കും. അങ്ങനെ വിളിച്ചിട്ടല്ലേ നിങ്ങളൊക്കെ വന്നത്? സാറേ, അന്തസ്സും മറന്നും പറയാതെ, അവൻ 1000 രൂപയ്ക്ക് കല്യാണ വീഡിയോ എടുത്ത് നടക്കുന്നവൻ. അവൻ കൊടുത്ത് ഒഴിവാക്കാൻ നോക്കുന്ന. എടാ, അതിന് എന്റെ കയ്യിൽ ഉണ്ടായിട്ട് വേണ്ടതാ കൊടുക്കാൻ. ഇല്ലെങ്കിൽ ഈ മാല വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. എന്തുവാണ് ഇത്? എന്റെ മാലിന്യതാ. അമ്പമ്പോ, മലയാള സിനിമയുടെ ഒരു പോക്കേ. ഈ സിനിമയിലെ വില്ലനാ ഞാൻ. വില്ലത്തരം കാണിക്കാതെ എന്റെ പൈസ താ. അതേടാ, എന്നെ അങ്ങ് എടുത്തോ നീ. അതിന് തന്നെ ആർക്കണം. തന്റെ ഒരു ജുബായും ഉണ്ടും അത് ഞാനിങ്ങ് എടുക്കുവോ? അയ്യോ അയ്യോ, ഇങ്ങനെ എന്റെ മോളെ പീഡിപ്പിച്ചേ. അതെ പ്രൊഡ്യൂസർ സാറേ, ഇപ്പൊ ഞാനും നിങ്ങൾ ഏകദേശം ഒരു വൈപ്പാ. പക്ഷെ ദേ മോഹൻലാൽ സിനിമ പറയും പോലെ തന്റെ അല്ലല്ലോ എന്റെ. അതുകൊണ്ട് ഞാൻ ഇതുവരെ ഇവിടെ നിന്നതിന്റെ നോക്കൂലി കാണും. തന്നെ ഞാൻ അമേരിക്കയ്ക്ക് വിടില്ല. അല്ലെങ്കിൽ ദൈവമേ.